തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ആരെങ്കിലും 3 പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാണ് മരണസമയത്ത് ശിക്ഷ, ഖബറിന്റെ അകത്ത് ശിക്ഷ, പരലോകത്ത് ശിക്ഷ, നരകത്തിലെ ശിക്ഷ. മോനെ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് തന്റെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നത്, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്. അവൻ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഉമ്മാനോട് കയർക്കുന്നവരുണ്ട്, വാപ്പാനോട് കയർത്ത് സംസാരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ, ചെറിയ കുട്ടികളുണ്ടല്ലോ, പടച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്, ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്. ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്, വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പോകരുത്. അത് എവിടേക്കാണെങ്കിലും പോകണ്ട. ഉസ്താദേ, പോയാൽ എന്തു ചെയ്യും? ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളി കാണാൻ പോകണ്ട, കറങ്ങാൻ പോകണ്ട, ടൂറിന് പോകണ്ട. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. അപ്പോ നീ ചോദിക്കും, ഉസ്താദേ, പോയാൽ എന്ത് സംഭവിക്കും? മോനെ, നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ. ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ്. അവസാനം ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാൻ തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദിലേ? ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമ്മാ, കൂട്ടുകാര് മുഴുവനും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉംറ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടുമ്മ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമകന് പോകണ്ട, നീ പോയാ എനിക്കാരുമില്ലല്ലോ, എന്നെ ആരാണ് നോക്കുന്നത്? അതുകൊണ്ട് എന്റെ മോൻ പോകണ്ട, പിന്നീടൊരു സമയത്ത് പോകാമെന്ന് ഉമ്മ എവിടെ നിന്ന് പറയുകയാണ്. ഫളിലിന് വല്ലാത്ത വിഷമമുണ്ടായി, പക്ഷേ അവിടെ നിന്ന് കാണിച്ചില്ല. കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, കൂട്ടുകാര് കളിയാക്കുകയാ, കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത്, മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഇതിനു പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്കോ പറയുകയാണ്. അവര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പോകുകയാണ്. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. രണ്ടാമതും ചോദിച്ചു, ഉമ്മ, എല്ലാവരും മക്കത്ത് പോകുന്നു, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫദിലിന് ഇഷ്ടപ്പെട്ടില്ല. വീടിന്റെ അകത്ത് കടന്നു ചെന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, വ്യഭിചരിക്കാനോ കള്ളു കുടിക്കാനോ കറങ്ങാനോ അല്ല, മക്കത്ത് പോകുന്നത് ഉംറ ചെയ്യാനാണല്ലോ, അതൊരു നല്ല കാര്യമാണല്ലോ, എന്തിനാ ഉമ്മയുടെ അനുവാദം എന്തിനാണ്? ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്റെ സാധനങ്ങൾ മുഴുവനും എടുത്ത് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഫദിലേ,
പോകല്ലേടാ മോനെ, മോനെ ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോകല്ലേ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ മാതാവ് പറയുകയാ. പക്ഷേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഫദിൽ കേട്ടതുപോലും കാണിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാർ മുഴുവനും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അവസാനം ഫദിൽ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. അവസാനമല്ലാ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമായി, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന. കൂട്ടുകാരാണെങ്കിൽ പോകുകയും ചെയ്തു. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. സമാധാനമില്ല, സമാധാനമില്ല. അവസാനം ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പള്ളി കണ്ടു. നിസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ. ഉളുവെടുത്തു പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടുകാര് വന്ന് പിടിച്ചു കെട്ടുകയാ. എന്തേ കാരണമെന്നറിയുമോ? ആ നാട്ടില് വലിയ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ടു. അവര് വിചാരിച്ചു ഫളിലാണ് കള്ളനെന്ന്. എന്നിട്ട് വരുന്നവനും പോകുന്നവനും എല്ലാം തല്ലുകയാണ്. എല്ലാവരും ഫളിലിനെ തല്ലുകയാണ്. എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കാൻ പാടില്ല. അവന്റെ കൈ 2 വെട്ടിമുറിച്ചു, 2 കാലുകളെ വെട്ടിമുറിച്ചു, 2 കണ്ണും ചൂടുന്നെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി. എന്നിട്ട് എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫദിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ്. അവസാനം കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഫദിലിനെ കൊണ്ടുവന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. അല്ലാഹുവേ എന്റെ ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോട് എനിക്കൊന്ന് പൊരുത്തം ചോദിക്കണം തമ്പുരാനെ. തെരുവിൽ കിടന്ന് യാചിക്കുകയാണ്. വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് ഫളിൽ യാചിക്കുന്നു, അള്ളാഹുവിനെ ഓർത്തിട്ട് എന്റെ ഉമ്മാടെ മുന്നിൽ എന്നെയൊന്ന് കൊണ്ടുപോകുവോ? ഒന്ന് പൊരുത്തം ചോദിക്കാനാ, ഒന്ന് പൊരുത്തം ചോദിക്കാനാ. അവസാനം തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അല്ലാ, അവര് ചോദിച്ചു, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? പടച്ചവനെ, ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല. കൈയില്ല, കാണില്ല, കാലില്ല, രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല, ആരാണെന്ന് പോലും അറിയുന്നില്ല. ऑनलाइन स्टोर बनाना चाहते हैं लेकिन आगे कैसे बढ़ा जाए? होस्टिंगर की मैनेज टू कॉमर्स होस्टिंग के साथ जटिल सेटअप को कहीं अलविदा। ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഉമ്മാടെ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തന്റെ ഉമ്മയാണെന്ന്. അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ, ഉമ്മ ഞാനാ ഉമ്മ, ഉമ്മാടെ പൊന്നുമകന് ഫദിലാണുമ്മ. ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ, കള്ള് കുടിക്കാൻ പോയതല്ല, വ്യഭിചരിക്കാൻ പോയതല്ല, ഫുട്ബോൾ കളി കാണാൻ പോയതല്ല, സിനിമാ തിയേറ്ററിൽ പോയതല്ല, കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയതല്ല. മോനെ, മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ? പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഉമ്മാനെ വിറപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളുടെ മുന്നിൽ കിടന്ന് വാഴ്ന്നു പറയുന്ന മക്കള്,
എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുമ്പോ കൂടെ ഇറങ്ങി പോകും. ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്നു പോകും. എന്നിട്ട് കയ്യിൽ പിടിച്ച് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മാന് വീട്ടിൽ വല്ലതും കുറവുണ്ടോ? ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല, ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കിൽ പറ, മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കാനാ. എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തു കൊടുക്കാനാണ്. അള്ളാഹുവേ, ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മാനെ കാണാൻ വരുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ട. ഉമ്മ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താ മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.